സങ്കീർത്തനങ്ങൾ 70, Psalm 70. സങ്കീർത്തനങ്ങൾ 70. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഞാനോ എളിവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവയെ താമസിക്കരുതേ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കും. നല്ല മനോഹരമായ രാവിലെ സമയത്തിനായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. കരുണിഞ്ഞ ഒരാഴ്ചക്കാരുമെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ചുവിൻ്റെ വിശ്വസ്തയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു 70-ാം സങ്കീർത്തനം, ഒരു ചെറിയ സങ്കീർത്തനമാണ്. ഇത് 40-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 5 വാക്യങ്ങൾ എടുത്ത് ഒരു ചെറിയ സങ്കീർത്തനമാണിത്. അതും ഒരുപോലെയാണിത്. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയോടെയാണിത്. കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയെല്ലാം നമ്മൾ കേട്ടത് പ്രാർത്ഥനയും കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. ഇവിടെ ഈ സങ്കീർത്തനക്കാരനും ഒരു കരച്ചിലിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു സങ്കീർത്തനമാണ് ഇവിടെ ചമച്ചിരിക്കുന്നത്. പ്രാണഹാനി, തനിക്ക് പ്രാണഹാനി വരുത്തുവാൻ പലരും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ വേദപുസ്തകം മുഴുവൻ നോക്കിയാൽ ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയവരെ മുഴുവൻ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അബ്രഹാമിനെ കൊല്ലുവാൻ ആലോചിച്ചിട്ടുണ്ട്, യാക്കോബിനെ കൊല്ലുവാൻ ആലോചിച്ചിട്ടുണ്ട്, യോസഫിനെ സഹോദരന്മാരും നാട്ടുകാരും എല്ലാം കൊല്ലുവാൻ ചിന്തിച്ചിട്ടുണ്ട്, ദാവീദിനെ കൊല്ലുവാൻ തുടങ്ങിയിട്ടുണ്ട്, ദാനിയേലിനെ കൊല്ലുവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ, പത്രോസിനെ എല്ലാം കൊല്ലുവാൻ ഓൾമോസ്റ്റ് അവരൊക്കെ മരിച്ചിട്ട് ജീവിച്ച് വന്നവർ, എണ്ണയ്ക്കകത്തിട്ടിട്ട് ജീവിച്ച് വന്നവരൊക്കെ ഉണ്ട്, നമുക്കറിയാം. അങ്ങനെ എല്ലാവരുടെയും കാരണം ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാനിടയായതിൻ്റെ ഒറ്റ ഒരു കാരണം കൊണ്ട് അവരെയൊക്കെ കൊല്ലുവാനിടയായത്. ദാനിയേലിനെ പറ്റി പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് തന്നെ കൊല്ലുവാൻ അവരന്വേഷിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്തോ ചെയ്യും ഈ പകൽക്കാലം? നമ്മളെ നാളെ സിംഹത്തിൻ്റെ കുഴിയിലിടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കർത്താവെ സിംഹത്തെ കൊല്ലണം, അല്ലെങ്കിൽ നമ്മളെ വിടുവിക്കണോ എന്നുള്ളതായിരിക്കും. പക്ഷേ ദാനിയേലിൻ്റെ പ്രാർത്ഥന ഇതൊന്നും ആയിരുന്നില്ല. ദാനിയേലിൻ്റെ പ്രാർത്ഥന, കർത്താവെ നിൻ്റെ രാജ്യം വരണം, ഞങ്ങളുടെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തണം, ഈ ഒരു പ്രാർത്ഥനയായിരുന്നു. യെരുശലേമിന് നേരെയുള്ളൊരു വാതിൽ തുറന്ന് താൻ പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ രാജ്യം അത് വീണ്ടും തിരികെ വരണം, സ്ഥിരപ്പെടണം. ഒരു കർത്താവ് നമ്മുടെ പ്രാർത്ഥന പഠിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. പെന്തക്കോസ്തുകാർ ആ പ്രാർത്ഥനയെല്ലാം മടക്കി വെച്ച് മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് നമ്മളത് പറയാതിരിക്കും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാന വിഷയമായിരിക്കണം, കർത്താവേ നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവ് പറഞ്ഞതാ ഇതുപോലൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ നമ്മളാരും ഇന്നവരെ ആരും പ്രാർത്ഥിക്കുന്നത് ഞാനിത് കേട്ടിട്ടില്ല. നമ്മുടെ ഒരു വലിയ പ്രാർത്ഥനാ വിഷയമായിരിക്കണം ഇത്. ദൈവത്തിൻ്റെ രാജ്യം നമ്മൾ മുൻപേ അന്വേഷിക്കുകയാണെങ്കിൽ അതോടുകൂടെ സകലവും നിങ്ങൾക്ക് തരാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഈ പകൽക്കാലം നമ്മോട് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം എല്ലാം പാസ്റ്ററും ഉപവാസ പ്രാർത്ഥനയെല്ലാം ഒരു വിഷയമായിരുന്നു. ദൈവത്തിന് വേണ്ടി ദാവീദ് ദൈവത്തിന് വേണ്ടി ആലയം പണിയുവാൻ തുനിഞ്ഞതിൻ്റെ ചരിത്രമൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ഈ പകൽക്കാലവും ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകും. അഭിഷേകം വീണ അന്ന് മുതൽ ദാവീദിനെ കൊല്ലുവാനായിട്ട് ഓടിക്കുക. നമുക്കറിയാം, ജോസഫിനെ സഹോദരങ്ങൾ, മാതാപിതാക്കളും എല്ലാം കൊല്ലുവാൻ ആഗ്രഹിച്ചു. കാരണം ഒരിക്കലും എൻ്റെ സ്വപ്നം നിവൃത്തിയാകരുത്. ഒരു സ്വപ്നം കണ്ടതേ ഉള്ളൂ, അല്ലാതെ അവരൊന്നും ദോഷമായിട്ടൊന്നും ചെയ്തതായിട്ട് നമ്മളെങ്ങും വായിക്കുന്നില്ല, എങ്ങും കാണുന്നില്ല. ദാനിയേലും മുമ്പേ പറഞ്ഞതുപോലെ ദാനിയേലും പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു കുറ്റമല്ലാതെ, തന്നെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കുറ്റമല്ലാതെ ഒന്നും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മാതാപിതാക്കളൊക്കെ അവരെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന കാണാം. എന്തിനാണ് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത് അറിയാമോ? പൊതിച്ചിലഴിച്ചാൽ ലോകം അവരെ കൊന്നു കളയും. നമ്മളെപ്പോഴും കൈ കഴുകുന്നു, നമ്മുടെ ആഹാരങ്ങളെല്ലാം കഴിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഭൗതിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും ഒരു ശത്രുവുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്
കണ്ണിൽ കാണാൻ പറ്റാത്ത അണുക്കളുടെ മധ്യത്തിൽ ഒരു ചെറിയ ജീവനാണ് നമ്മുടെ. ആ ജീവനെ ആ ദൈവം നമ്മളെ പരിപാലിക്കുന്നത്. നമ്മൾ എത്രയധികം ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ പകൽക്കാലം ചിന്തിക്കണം. നമ്മളെ രോഗങ്ങളിൽ നിന്ന്, താഴ്ചകളിൽ നിന്ന് നീതിമാൻ വീണാലും അവൻ നിരുമ്പരജാകത്തിൽ എന്ന ദൈവത്തിൻ്റെ വചനം ഈ പകൽക്കാലം നമ്മൾ ഓർക്കണം. ദാവീദ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ, നമുക്കറിയാം ശൗൽ രാജാവ് അനേക പ്രാവശ്യം തന്നെ കൊല്ലുവാൻ അന്വേഷിച്ചിട്ടുണ്ട്. നേരെല്ലാം എഴുതിയൊരു സങ്കീർത്തനമാണ്. ദൈവത്തോട് കരഞ്ഞു വിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം മോശയെ നമ്മൾ എടുത്തു നോക്കിയാൽ ഉണ്ടായ അന്ന് മുതൽ തന്നെ കൊല്ലുവാൻ അന്വേഷിച്ചിരിക്കുക. തന്നെ നദിയിൽ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ടും ദൈവം അവിടുന്ന് വിടുവിച്ച് കൊണ്ടുവന്നു. വീണ്ടും കൊട്ടാരത്തിൽ നിന്ന് കൊല്ലുവാൻ ഓടിക്കുന്നതായിട്ട് നമുക്കറിയാം. എല്ലാം തൻ്റെ ജീവൻ എല്ലാം എടുത്താൽ നമുക്കറിയാം. യോശുവയെയും പല പ്രാവശ്യം കൊല്ലുവാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊല്ലുവാനൊക്കെ അന്വേഷിച്ചായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എല്ലാം യോശുവ പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു. ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? ദൈവത്തെ അറിയുന്നതുകൊണ്ട് നമുക്ക് എന്തുവാ പ്രയോജനം? ദൈവത്തെ അറിയുന്നതുകൊണ്ട് നമുക്ക് സമാധാനം ലഭിക്കും. നമ്മളൊരു സമാധാനമില്ലാത്ത ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. നമ്മളെല്ലാം ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഒരു തിക്കും തിരക്കും എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ ഒരു മനുഷ്യൻ വെടിവെച്ച് മരിച്ചതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് എത്ര എന്നറിയാമോ? $1.5 ബില്യൺ. കേരളത്തിൽ നെറ്റ് വർത്തുള്ള ഒരു മനുഷ്യനാണ് സ്വയം ആത്മഹത്യ ചെയ്തത്. അത് നോക്കിയിട്ട് വേറെ കാരണം ഒന്നും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റ് ടയർ ഫിക്സ് ചെയ്തത് $5 മില്യൺ കൊണ്ടാണ്. അത് ടയർ ഫ്രാൻസിൽ അയച്ച് തിരിച്ചു വരുത്തി ഫിക്സ് ചെയ്തത് 50 lakhs മുടക്കിയാണ്. പക്ഷേ തനിക്ക് ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കും. ഇതൊക്കെ ഈ രംഗങ്ങൾ കൂടി നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഈ പകൽക്കാലം നിങ്ങളെ കാൽവറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. നമുക്ക് കാൽവറിയിൽ യേശു മരിച്ചെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ അപ്പുറത്തിപ്പുറത്തും 2 കള്ളന്മാർ. ഈ കള്ളന്മാരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ യേശുവിനോടുകൂടെ മരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ സ്നാനപ്പെടുന്നു. പക്ഷേ അങ്ങനെ യഥാർത്ഥമായിട്ട് മരിച്ച ഒരു കള്ളൻ്റെ അവസ്ഥ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഞാനാണ് യേശുവിനോട് തീർച്ചയായിട്ടും പറഞ്ഞു, യേശു എന്നെ ഒന്ന് വിടുവിച്ചാൽ ഞാൻ ഈ ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിച്ച് നീ പറയുന്നത് മുഴുവൻ കേട്ട് ജീവിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ നോക്കിയത്. പക്ഷേ ആ കള്ളൻ, ഒരു സൈഡിൽ കിടന്ന കള്ളൻ, ഇത് ഇടത്താന്നോ വലത്താന്നോ ഒന്നും പറയുന്നില്ല, ഒരു കള്ളൻ പറഞ്ഞത്, എനിക്ക് നിൻ്റെ കൂടെ നിൻ്റെ രാജ്യത്തിൽ വന്നാൽ മതി, എനിക്ക് ജീവിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നിന്നോടുകൂടെ ഇരുന്നാൽ മതി. ഈ ഒരു വെളിപ്പാട്, അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, യേശുവിനെ കണ്ടിട്ട് നേരത്തെ പരിചയമുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അവിടെ കിടന്നൊരു വെളിപ്പാട്, യേശു രാജാവാണെന്ന് ലഭിച്ചൊരു വെളിപ്പാട് കൊണ്ട് താൻ പറഞ്ഞത്, എനിക്ക് എങ്ങും ഇറങ്ങിപ്പോണ്ട, എനിക്ക് നിന്നോടുകൂടെ ഇരുന്നാൽ മതിയെന്നാണ്. ഈ ഒരു ചിന്താഗതി നമുക്ക് ഒന്ന് ആർജിക്കുവാൻ കഴിയുമോ? ലോകത്തിൽ എന്ത് നമ്മൾ നേടിയാലും നമുക്ക് സമാധാനം ലഭിക്കണമെന്നില്ല. പക്ഷേ യേശുവിനെ അന്വേഷിക്കുന്നവർക്ക്, യേശുവിനെ ലഭിക്കുന്നവർക്ക് സമാധാനം ലഭിക്കും. ലോകത്തെ അന്വേഷിക്കുന്നവർക്ക് എന്താ ലഭിക്കുന്നതെന്നറിയാമോ? വേൾഡ് ആൻഡ് വെൽത്ത് കംസ് വിത്ത് ആങ്സൈറ്റി, ഡിപ്രഷൻ, സോറോസ്. ദൈവവചനം പറയുന്നതാണ്. ആൻഡ് ഫൈനലി ദാറ്റ് വിൽ കിൽ us. പകൽക്കാലം നമ്മൾ ഈ ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ അറിയാമെന്ന് മാത്രമല്ല, അവനോട് കൂടി ആയിരിക്കുവാൻ, ദൈവത്തെ ലഭിക്കുവാൻ നമ്മൾ അതിയായ ജാഗ്രതയോടെ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം സ്ഥിരപ്പെടുത്തുമെന്ന് ദൈവം പറയുന്നുണ്ട്. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും എല്ലാം അവൻ ഇന്ന് മുതൽ എന്നേക്കും സ്ഥിരപ്പെടുത്തുമെന്നാണ് ദാവീദ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ നെസസിറ്റി ടു സീക്ക് ദ ലോർഡ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പം ലോകത്തിലെ എല്ലാം ആടി ഒളിഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പണമുണ്ടെങ്കിലും എന്ത് സൗകര്യങ്ങളുണ്ടെങ്കിലും പഠനമെല്ലാം ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷെ എങ്കിലും യഹോവയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ ദയ ചുറ്റിക്കൊള്ളും. തൻ്റെ ദയ എന്നൊക്കെയുള്ള ഒരു ചെറിയ വാക്കാണ്, പക്ഷേ ദയ എന്ന് പറയുന്നത് ഈ ജീവനേക്കാളും നല്ലതാണെന്നാണ് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
ഈ പകൽക്കാലം ഈ ഒരു ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചു. പക്ഷേ എങ്കിലും അവനെ അതിജാഗ്രതയോടെ അന്വേഷിക്കുവാൻ, ജാഗ്രതയോടെ അവനെ സ്നേഹിക്കുവാൻ നാം ഉത്സാഹിക്കണമെന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഉത്ബോധിപ്പിക്കുക. ദൈവത്തെ അറിയുന്നവരെ ദൈവം തൻ്റെ വഴികളെ അറിയിക്കും. നമ്മളെങ്ങനെ ദൈവത്തെ അറിയുന്നോ നമ്മൾ അറിയുന്നത്? ദൈവത്തെ അറിയുന്നെങ്കിൽ അവൻ തൻ്റെ വഴികളെ നമ്മളെ അറിയിക്കും. മോശയും ഇസ്രായേൽ മക്കളും എല്ലാം എപ്പോഴും ഭയങ്കര ഫൈറ്റിങ്ങിലായിരുന്നു. അപ്പം ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടൽ കടന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയും ആർക്കെല്ലാം ചെയ്യുന്നു. വാട്ട് എ മൈറ്റി ഗോഡ് വി സെർവ് എന്നൊക്കെ പറഞ്ഞ് തപ്പും കൊമ്മരവും ഒക്കെ എടുത്ത് തുള്ളിച്ചാടി ആരാധിച്ച് കടന്നുപോയി. പക്ഷേ ആ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും വിശന്നപ്പോഴത്തേക്ക് അവർ മോശയെ കൊല്ലുവാൻ, കല്ലെറിയുവാനൊക്കെ അവർ തുടങ്ങി. അവരുടെ ആ വിശ്വാസവും എല്ലാ പ്രത്യാശയും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടായിട്ട് നാം കാണുന്നുണ്ട്. ഈ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന 106 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ ചോദിച്ചതിനെ എല്ലാം ദൈവം അവർക്ക് കൊടുത്തു, പക്ഷേ അവരുടെ പ്രാണന് ക്ഷയം അയച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ് സെൻഡ് ലീനസ് ടു ദെയർ സോൾസ് ബോഡി. ദൈവം അവരെ മരുഭൂമിയിൽ താറുമാറാക്കി. 3 മില്യൺ ആൾക്കാർ പുറപ്പെട്ടത്. 2 പേർക്ക് മാത്രമേ വാഗ്ദത്ത ദേശത്ത് എത്തുവാൻ കഴിഞ്ഞു. ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ നല്ലൊരു മോഡലാണ് നമുക്ക്. ലോകമെല്ലാം ഇതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനാണ് നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലോകത്തെയൊക്കെ ജയിച്ചവരാണ്. ലോകത്തെ ജയിച്ചവൻ നമ്മോട് കൂടെ ഉണ്ട്. ഈ പകൽക്കാലം അവനിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് അവിടെ. നമുക്ക് പലപ്പോഴും ജയിക്കാനൊക്കെ പറ്റാതെ വരും പലപ്പോഴും. എങ്കിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയും. ദൈവം നമ്മളെ വിജയത്തിലേക്ക് നമ്മളെ നയിക്കും. ഈ പകൽക്കാലം ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ടു നോ ഹിം ഈസ് ടു ലവ് ഹിം. ടു ലവ് ഹിം ഈസ് ടു ട്രസ്റ്റ് ഹിം. ടു ട്രസ്റ്റ് ഹിം ഈസ് ടു ഒബേ ഹിം. ഒബേ ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് അറിയണം. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ഹിതം നമ്മൾ എവിടെ നിന്നും, ലോകത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിലാണ് അവൻ്റെ ഹിതമെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അവൻ്റെ ഹിതമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത്. പഴയ നിയമകാലത്തെ ആരാധനകളെല്ലാം, നിയമങ്ങളെല്ലാം കല്ലിൽ എഴുതിയിരുന്നു. അതെല്ലാം കൊല്ലുന്നതായിരുന്നു. ഇതിന് പരിശുദ്ധാത്മാവില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുള്ളതുകൊണ്ട് ഈ വചനമെല്ലാം നിവർത്തിപ്പാൻ, അനുസരിക്കുവാൻ ശക്തി പകരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ പകൽക്കാലം ഈ ദൈവം നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ഇതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവൻ ദൈവം മഹത്വമെന്ന് എപ്പോഴും പറയട്ടെ. രക്ഷ, സാധാരണഗതിയിൽ രക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൈപൊക്കിയാണ് രക്ഷിക്കപ്പെടുന്നത്. പത്രോസിൻ്റെ ലേഖനം പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹത്വമുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിശ്വസിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, രക്ഷയെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു അന്തിമ പ്രൊഡക്റ്റാണ്. അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഫെയ്ത്ത് ഇസ് സാൽവേഷൻ. അല്ലാതെ കൈപൊക്കിക്കൊണ്ടൊന്നും രക്ഷിക്കാൻ നമുക്ക് കഴിയത്തില്ല. കൈകൊണ്ടും പേപ്പർ പൂരിപ്പിച്ചുകൊണ്ടൊന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. വിശ്വാസം വരുന്നത് വിശ്വാസം കേൾവിയാലും ദൈവത്തിൻ്റെ വചനത്താലും വരും. ഈ വചനം നമ്മൾ കേൾക്കണം. ഇവിടെ അതിനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിനെ കടന്നു വന്നവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വഴികളെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മധ്യസ്ഥത ചെയ്യുവാൻ കഴിയത്തുള്ളൂ. മധ്യസ്ഥതയോ ഇൻ്റർസീഡോ മീഡിയേഷനോ ഒക്കെ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പകൽക്കാലം ഈ ദൈവത്തെ അറിയുവാൻ നമ്മൾ ഉത്സാഹിക്കണം. ദൈവത്തോട് പറ്റിയിരിക്കാൻ യോശുവ പറയുന്നത് പോലെ പൂർണ്ണമായി പറ്റിയിരിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ ഈ പകൽക്കാലം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്